അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മുസ്ലിമീങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ 6ാമത്തെ പാഠഭാഗമാണ്. പാഠം 6 വക്കം അബ്ദുൽ ഖാദർ. ധീരദേശാഭിമാനി ഭഗത് സിംഗിന് തുല്യനായ കേരളത്തിൻ്റെ അഭിമാന ഭാജനം വക്കം അബ്ദുൽ ഖാദറിൻ്റെ കഥ രോമാഞ്ചത്തോടു കൂടിയല്ലാതെ കേൾക്കാൻ കഴിയുകയില്ല. ഗാന്ധിജിയുടെ അക്രമരഹിത സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്ത്യ വിട്ടുപോയ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ നാഷണൽ ആർമി അതായത് INA അംഗമായിരുന്നു അദ്ദേഹം. സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പം സിംഗപ്പൂരിൽ പ്രവർത്തിച്ചിരുന്ന ഖാദർ യുദ്ധതന്ത്ര പ്രാധാന്യമുള്ള ഒരു രഹസ്യ ദൗത്യവുമായിട്ടാണ് തിരിച്ചെത്തിയത്. അദ്ദേഹം INA ചാവേർ പടയുടെ നായകനായിരുന്നു. 1942 സെപ്റ്റംബർ 27 താനൂർ കടപ്പുറത്ത് അന്തർവാഹിനിയിൽ വന്നിറങ്ങിയ ഖാദറിനെയും സംഘത്തെയും ബ്രിട്ടീഷ് പട്ടാളം പിടികൂടി. ഭീകരമായ മർദ്ദനമുറകൾ പ്രയോഗിച്ചിട്ടും ഖാദർ രഹസ്യങ്ങളൊന്നും വിട്ടുകൊടുത്തില്ല. എന്നാൽ ഖാദറിനൊപ്പമുണ്ടായിരുന്ന തലശ്ശേരിക്കാരൻ ബാലകൃഷ്ണൻ നായർ ബ്രിട്ടീഷ് പട്ടാളത്തിന് വിവരം നൽകുകയും കേസിൽ മാപ്പുസാക്ഷിയാവുകയും ചെയ്തു. ഖാദറിനെയും സുഹൃത്തുക്കളെയും കൈകൾ പുറകെ കെട്ടി കാലിൽ ചങ്ങലയിട്ട് കണ്ണുകൾ കെട്ടിയാണ് മദ്രാസിലേക്ക് കൊണ്ടുപോകാനായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നത്. പട്ടാള കോടതിയുടെ വിചാരണയ്ക്കു ശേഷം 1-ാം പ്രതി ഖാദർ ഉൾപ്പെടെ 5 പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. 5 വർഷത്തെ കഠിന തടവിനു ശേഷം തൂക്കിക്കൊല്ലാനായിരുന്നു വിധിയെങ്കിലും പിന്നീട് ആ വിധി മാറ്റുകയും ഉടൻ തന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയുമാണ് ചെയ്തത്. അപ്രകാരം 1943 സെപ്റ്റംബർ 10 റമളാൻ 7 വെള്ളിയാഴ്ച ഖാദറിനെയും സുഹൃത്തുക്കളെയും തൂക്കിക്കൊന്നു. കൊലക്കയറിലും സാഹോദര്യം. വക്കം ഖാദറിനെ തൂക്കിലേറ്റുന്നതിനു മുമ്പ് അന്ത്യാഭിലാഷം ചോദിച്ച ജയിൽ അധികൃതരോട് ഖാദർ പറഞ്ഞത് തന്നെയും പ്രിയ സുഹൃത്ത് അനന്തൻ നായരെയും ഒരുമിച്ച് തൂക്കിലേറ്റണമെന്ന് മാത്രമാണ്. കൊലക്കയറിലും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗന്ദര്യം ആസ്വദിച്ച അപൂർവ പ്രതിഭയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ എന്ന രക്തപുഷ്പം. വധശിക്ഷ നടപ്പാക്കുന്നതിൻ്റെ തലേ ദിവസം സെപ്റ്റംബർ 9 രാത്രിയിൽ ഖാദർ അദ്ദേഹത്തിൻ്റെ പിതാവിനെഴുതിയ 8 പേജുള്ള കത്ത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജീവൻ തുടിക്കുന്ന രേഖയാണ്. ആ കത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട വാപ്പ, ഈ കഠിനമായ വാർത്ത നിങ്ങളെ ദാരുണമാം വിധം ദുഃഖിപ്പിക്കുമെന്ന് എനിക്കറിയാം. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത് കഴിയുന്നതും മനസ്സിനെ നിയന്ത്രിച്ച് സമാധാനപ്പെടാൻ മാത്രമാണ്. നാം നിസ്സഹായരാണെന്നും അള്ളാഹുവിൻ്റെ സഹായം മാത്രമേ നമുക്കുള്ളൂവെന്നും ഓർക്കുക. ഞാൻ എന്നേക്കുമായി നിങ്ങളെ വിട്ടുപിരിയുന്നു. നാളെ രാവിലെ 6 മണിക്ക് മുമ്പായിരിക്കും എൻ്റെ മരണം. ധൈര്യപ്പെടുക. അതെ, റമളാൻ മാസത്തിലെ 7-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 5-നും 6-നും മധ്യേ ഞാൻ മരിക്കുന്നു. നമുക്ക് മഹ്ശറിൽ വെച്ച് വീണ്ടും കാണാം. ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സന്തോഷത്തോടും കൂടിയാണ് മരിച്ചതെന്ന് നിങ്ങൾക്ക് ഒരവസരത്തിൽ ദൃക്സാക്ഷികളിൽ നിന്ന് അറിയാൻ ഇടയാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കാതിരിക്കുകയില്ല, അഭിമാനിക്കുക തന്നെ ചെയ്യും. ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. വക്കം അബ്ദുൽ ഖാദർ രക്തസാക്ഷിയാകുമ്പോൾ അദ്ദേഹത്തിന് 26 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം കൂടുതൽ ദുഃഖിപ്പിക്കുന്നു. നോക്കൂ, ചെറിയ പ്രായത്തിൽ തന്നെ നാടിനു വേണ്ടി ജീവൻ കളഞ്ഞ വ്യക്തി അല്ലേ? പാഠഭാഗം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. ഉത്തരം എഴുതുക. 1. സ്വാതന്ത്ര്യ സമരത്തിൽ അബ്ദുൽ ഖാദറിൻ്റെ ത്യാഗങ്ങൾ വിവരിക്കുക. 1942 സെപ്റ്റംബർ 27 താനൂർ കടപ്പുറത്ത് അന്തർവാഹിനിയിൽ വന്നിറങ്ങിയ ഖാദറിനെയും സംഘത്തെയും ബ്രിട്ടീഷ് പട്ടാളം പിടികൂടി. ഭീകരമർദ്ദനമുറകൾ പ്രയോഗിച്ചു. എന്നിട്ടും അദ്ദേഹം രഹസ്യങ്ങളൊന്നും വിട്ടുകൊടുത്തില്ല. എന്നാൽ ഖാദറിനോടൊപ്പമുണ്ടായിരുന്ന തലശ്ശേരിക്കാരൻ ബാലകൃഷ്ണൻ നായർ ബ്രിട്ടീഷ് പട്ടാളത്തിന് വിവരം നൽകുകയും കേസിൽ മാപ്പുസാക്ഷിയാവുകയും ചെയ്തു. ഖാദറിനെയും സുഹൃത്തുക്കളെയും കൈകൾ പുറകിൽ കെട്ടി കാലിൽ ചങ്ങലയിട്ട് കണ്ണുകൾ കെട്ടിയാണ് മദ്രാസിലേക്ക് കൊണ്ടുപോകാനായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നത്. പട്ടാള കോടതിയുടെ വിചാരണയ്ക്ക് ശേഷം 1-ാം പ്രതി ഖാദർ ഉൾപ്പെടെ 5 പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. 5 വർഷത്തെ കഠിന തടവിന് ശേഷം തൂക്കിക്കൊല്ലാനായിരുന്നു വിധിയെങ്കിലും പിന്നീട് ആ വിധി മാറ്റുകയും ഉടൻ തന്നെ തൂക്കിക്കൊല്ലാൻ തീരുമാനിക്കുകയുമാണ് ചെയ്തത്.
അപ്രകാരം 1943 സെപ്റ്റംബർ 10 അതായത് റമദാൻ 7 വെള്ളിയാഴ്ച ഖാദറിനെയും സുഹൃത്തുക്കളെയും തൂക്കിക്കൊന്നു. 2. വക്കം അബ്ദുൽ ഖാദർ പിതാവിനെഴുതിയ കത്തിൻ്റെ പ്രധാന ഭാഗം എന്തായിരുന്നു? പ്രിയപ്പെട്ട വാപ്പ, ഈ കഠിനമായ വാർത്ത നിങ്ങളെ ദാരുണമാം വിധം ദുഃഖിപ്പിക്കുമെന്ന് എനിക്കറിയാം. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത് കഴിയുന്നതും മനസ്സിനെ നിയന്ത്രിച്ച് സമാധാനപ്പെടാൻ മാത്രമാണ്. നാം നിസ്സഹായരാണെന്നും അള്ളാഹുവിൻ്റെ സഹായം മാത്രമേ നമുക്കുള്ളൂവെന്നും ഓർക്കുക. ഞാൻ എന്നേക്കുമായി നിങ്ങളെ വിട്ടുപിരിയുന്നു. നാളെ രാവിലെ 6 മണിക്ക് മുമ്പായിരിക്കും എൻ്റെ മരണം. ധൈര്യപ്പെടുക. അതെ, റമദാൻ മാസത്തിലെ 7-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 5-നും 6-നും മധ്യേ ഞാൻ മരിക്കുന്നു. നമുക്ക് മഹ്ശറയിൽ വെച്ച് വീണ്ടും കാണാം. ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സന്തോഷത്തോടും കൂടിയാണ് മരിച്ചതെന്ന് നിങ്ങൾക്ക് ഒരവസരത്തിൽ ദൃക്സാക്ഷികളിൽ നിന്ന് അറിയാനിടയാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കാതിരിക്കുകയില്ല. അഭിമാനിക്കുക തന്നെ ചെയ്യും. ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. 3. മദ്രാസിലേക്ക് കൊണ്ടുപോകാനായി ഖാദറിനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നത് എങ്ങനെയായിരുന്നു? കൈകൾ പുറകിൽ കെട്ടി കാലിൽ ചങ്ങലയിട്ട് കണ്ണുകൾ കെട്ടിയാണ് കൊണ്ടുവന്നത്. 4. വക്കം അബ്ദുൽ ഖാദറിൻ്റെ അന്ത്യാഭിലാഷം എന്തായിരുന്നു? തന്നെയും പ്രിയ സുഹൃത്ത് അനന്തൻ നായരെയും ഒരുമിച്ച് തൂക്കിലേറ്റണം എന്നതായിരുന്നു. 5. വക്കം അബ്ദുൽ ഖാദർ രക്തസാക്ഷിയാകുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു? 26 വയസ്സ്. അടുത്തത് പേരെഴുതുക. ഖാദറിനൊപ്പം താനൂർ കടപ്പുറത്ത് വന്നിറങ്ങിയ തലശ്ശേരിക്കാരൻ ആരായിരുന്നു? ബാലകൃഷ്ണൻ നായർ. 2. INA-യുടെ സ്ഥാപകൻ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. 3. വർഷം എഴുതുക. 1. താനൂർ കടപ്പുറത്ത് അന്തർവാഹിനിയിൽ വക്കം അബ്ദുൽ ഖാദർ വന്നിറങ്ങിയത് എന്ന്? 1942 സെപ്റ്റംബർ 27. 2. ഖാദറിനെയും സുഹൃത്തുക്കളെയും തൂക്കിക്കൊന്നത് എന്ന്? 1943 സെപ്റ്റംബർ 10 അതായത് റമദാൻ 7 വെള്ളിയാഴ്ച ദിവസം. ഇതോടുകൂടി നമ്മുടെ ചോദ്യോത്തരങ്ങൾ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ അതും കൂടി ഒന്ന് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.